വഹാബിസത്തിന്റെ ചരിത്രം പഠിക്കണം. ഇതാ വകാനു വഹാബികളായിരുന്നു, സലഫികളായിരുന്നു. യദ്ബഹൂന സ്വഗീറ, ചെറിയ കുഞ്ഞുങ്ങളെ അർത്തുകൊന്നിരുന്നു. അലാ സ്വദരി ഉമ്മിഹി, ഉമ്മാന്റെ നെഞ്ഞത്ത് പാല് കുടിച്ചിരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ഈ സലഫികൾ എന്ന് പറയുന്ന വിഭാഗം, ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ അയാളെ അനുയായികൾ, ഇത് ഹിജ്റ 1217 ഹിജ്റ വർഷം 1217 ത്വായിഫ് അറ്റാക്ക് ചെയ്യുകയും അവിടെയുള്ള ഇബ്നു അബ്ബാസിന്റെ ദർഗനെ പൊളിക്കുകയും എന്നിട്ട് അവിടെ ആളുകളെ കൊന്നു. വനഹബുൽ അംവാല, എന്നിട്ട് മുതലിനെ പിടിച്ചെടുത്തു. വസബഉൻ നിസാ, പെണ്ണുങ്ങളെ പിടിച്ചു ബന്ധാക്കി. ആരെ? സുന്നികളെ. വഹദമു ഖുബ്ബത സയ്യിദിന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ ഉണ്ടായിരുന്നു, ആ ദർഗ പൊളിച്ചു. എന്നിട്ടോ വദബഹു, കേൾക്കാൻ നിങ്ങൾ, വദബഹു സലഫികൾ അർത്തുകൊന്നു. അലാ ഖബ്രിഹി, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസിന്റെ ഖബറിലടുത്ത് നഹ്വ 70,000 70,000 സുന്നി മുസ്ലിമീങ്ങളെ സലഫികൾ അർത്തുകൊന്നു. എത്ര? 2000 നിങ്ങൾ തീർന്നില്ല, എനിക്ക് പറഞ്ഞേക്ക്. ഗുജറാത്തിൽ 2002 കലാപുണ്ടായപ്പോ ഫാസിസ്റ്റുകൾ കൊന്നത് 2000 മുസ്ലിമീങ്ങളാണെങ്കിൽ വഹാബികൾ ത്വായിഫിൽ വെച്ച് കൊന്നത് കേവലം ഒറ്റ സ്ഥലത്ത് ത്വായിഫിൽ മാത്രം 70,000 വരുന്ന മുസ്ലിമീങ്ങളെയാണ്. അതിൽ ആരൊക്കെ ഉണ്ട്? മിനൽ ഉലമായി വൽ അഷ്റാഫി വസ്വാലിഹീൻ, അതിൽ പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്.